നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 വേൾഡ് കപ്പിൻ്റെ ക്വാളിഫയർ മത്സരങ്ങൾ സൗത്ത് അമേരിക്കയിലും ഏഷ്യയിലും ഒക്കെ പുരോഗമിക്കുകയാണെങ്കിലും യൂറോപ്പിൽ ഇതുവരെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ ആരംഭിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് അതിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് നടക്കാൻ പോവുകയാണ്. നമുക്കറിയാം, 2026 വേൾഡ് കപ്പിൽ 48 ടീമുകളാണ് മാറ്റുരയ്ക്കുക. ആ വേൾഡ് കപ്പിൽ യുവേഫയിൽ നിന്ന് ഏതൊക്കെ ടീമുകളാണ് ഉണ്ടാവുക എന്നത് തീരുമാനിക്കുന്നത് ഈ വരാൻ പോകുന്ന വേൾഡ് കപ്പ് ക്വാളിഫയറിലാണ്. ക്വാളിഫയർ മത്സരങ്ങളുടെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 4:30 സൂറിച്ചിൽ വെച്ച് നടക്കും. അപ്പോൾ അതിൽ 12 ഗ്രൂപ്പുകളാക്കിയിട്ടായിരിക്കും ഈ ടീമുകളെ തിരിക്കുക. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, 6 ഗ്രൂപ്പുകളിൽ 4 ടീമുകളാണ് ഉണ്ടാവുക. ബാക്കി 6 ഗ്രൂപ്പുകളിൽ 5 ടീമുകൾ ഉണ്ടായിരിക്കും. ഇതിനുവേണ്ടി ഇപ്പോൾ ടീമുകളെ വ്യത്യസ്ത പോട്ടുകളിലാക്കി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെ പോട്ടുകളിലാണ് ഏതൊക്കെ ടീമുകളുള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പോട്ട് 1 ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട്, പോർച്ചുഗൽ, നെതർലൻഡ്സ്, ബെൽജിയം, ഇറ്റലി, ജർമ്മനി, ക്രൊയേഷ്യ, സ്വിറ്റ്സർലൻഡ്, ഡെൻമാർക്ക്, ഓസ്ട്രിയ ടീമുകളുള്ളത്. പോട്ട് 2 യുക്രൈൻ, സ്വീഡൻ, തുർക്കിയെ, വെയിൽസ്, ഹംഗറി, സെർബിയ, പോളണ്ട്, റൊമേനിയ, ഗ്രീസ്, സ്ലൊവാക്യ, സെച്ചിയ, നോർവേ ടീമുകളുള്ളത്. പോട്ട് 3 സ്കോട്ട്ലൻഡ്, സ്ലൊവേനിയ, റിപ്പബ്ലിക് ഓഫ് അയർലൻഡ്, അൽബേനിയ, നോർത്ത് മാസിഡോണിയ, ജോർജിയ, ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, നോർത്തേൺ അയർലൻഡ്, മോണ്ടിനെഗ്രോ, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, ഇസ്രായേൽ ടീമുകളുള്ളത്. പോട്ട് 4 ബൾഗേറിയ, ലക്സംബർഗ്, ബെലാറസ്, കൊസോവോ, ആർമേനിയ, കസാക്കിസ്ഥാൻ, അസർബൈജാൻ, എസ്റ്റോണിയ, സൈപ്രസ്, ഫെറോ ഐലൻഡ്സ്, ലാറ്റ്വിയ, ലിത്വാനിയ ടീമുകളുണ്ട്. പോട്ട് 5 മോൾഡോവ, മാൾട്ട, അൻഡോറ, ജിബ്രാൾട്ടർ, ലിച്ചൻസ്റ്റൈൻ, സാൻ മാരിനോ ടീമുകളാണുള്ളത്. ഏതായാലും സാധാരണ നടക്കുന്ന പോലെയുള്ള ഫിക്സർ നിർണയ നറുക്കെടുപ്പ് ഇന്ന് നടക്കും. അതിനുശേഷം ഹോം ആൻഡ് എവേ രൂപത്തിലുള്ള ക്വാളിഫയർ മത്സരങ്ങളാണ് ഉണ്ടാവുക. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ യുവേഫ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് 16 യുവേഫ നേഷൻസ് ലീഗ് ടീമുകൾ, അതായത് യുവേഫ നേഷൻസ് ലീഗ് എന്നല്ല, 16 യൂറോപ്യൻ ടീമുകൾ അടുത്ത വേൾഡ് കപ്പ് കളിക്കാനുണ്ടാകും. കാരണം 48 ടീമുകളാക്കി വേൾഡ് കപ്പിലെ പങ്കാളിത്തം വർദ്ധിപ്പിച്ച സ്ഥിതിക്ക് യൂറോപ്പിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നു. 16 ടീമുകൾ അവിടെ നിന്ന് കളിക്കും. അതിൽ എങ്ങനെയാണ് വരിക എന്ന് ചോദിച്ചാൽ, 12 ഗ്രൂപ്പ് വിന്നേഴ്സ് ഡയറക്റ്റ്ലി, ഇപ്പോൾ 12 ഗ്രൂപ്പുകളാണല്ലോ ഉണ്ടാകാൻ പോകുന്നത്, ആ 12 ഗ്രൂപ്പിലെ ചാമ്പ്യന്മാരും ഡയറക്റ്റ്ലി വേൾഡ് കപ്പിന് യോഗ്യത നേടും. ബാക്കി 4 റിമൈനിങ് ബെർത്ത്, അപ്പോൾ 16 അപ്പോൾ 12 ഇങ്ങനെ ഡയറക്റ്റ്ലി കിട്ടുക. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 12 ഗ്രൂപ്പ് റണ്ണേഴ്സ് അപ്പ് ഉൾപ്പെടുന്ന രൂപത്തിലുള്ള ഒരു പ്ലേ ഓഫ് നടത്തും. ആ പ്ലേ ഓഫിൽ നിന്നാണ് ബാക്കി 4 ബെർത്തുകൾ തീരുമാനിക്കപ്പെടുന്നത്. അപ്പം അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, 12 ഗ്രൂപ്പ് റണ്ണേഴ്സ് അപ്പും പ്ലസ് 4 ബെസ്റ്റ് റാങ്ക്ഡ് ഗ്രൂപ്പ് വിന്നേഴ്സ് 2024-25 യുവേഫ നേഷൻസ് ലീഗിലെ 4 ബെസ്റ്റ് റാങ്ക്ഡ് ഗ്രൂപ്പ് വിന്നേഴ്സും കൂടി ചേർന്ന് 16 ടീമുകൾ ഉണ്ടാകും. അവരെ വെച്ചിട്ടാണ് പ്ലേ ഓഫ് നടത്താൻ പോകുന്നത്. അതിൽ 16 ടീമുകൾ വരുന്ന ഈ പ്ലേ ഓഫ് 4 പ്ലേ ഓഫ് പാത്തുകളാക്കി തീർക്കും. ആ 4 പ്ലേ ഓഫ് പാത്തുകളിൽ ഓരോ പ്ലേ ഓഫ് പാത്തിലും 2 സിംഗിൾ ലെഗ്ഡ് സെമി ഫൈനലും ഒരു ഫൈനലുമാണ് ഉണ്ടാവുക. ആ ഫൈനൽസ് വിജയിച്ചു വരുന്ന 4 ടീമുകൾ കൂടി ഗ്രൂപ്പ് വിന്നേഴ്സിനോടൊപ്പം ചേർന്നുകൊണ്ട് 16 ടീമുകളായിട്ടായിരിക്കും വേൾഡ് കപ്പിലേക്ക് എത്തുക. ഇനി അതിൻ്റെ കീ ഡേറ്റ്സ് ഇപ്പം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് സ്റ്റേജ് ഡ്രോ ഇന്ന് നടക്കും. ഗ്രൂപ്പ് സ്റ്റേജ് മാച്ചസ് നടക്കുന്നത് മാർച്ച് ടു നവംബർ 2025. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 5 ടീമുകളുള്ള ഗ്രൂപ്പുകളുണ്ട്, അതുപോലെ 4 ടീമുകളുള്ള ഗ്രൂപ്പുകളുമുണ്ട്. അപ്പോൾ അതിലെ മത്സരങ്ങളുടെ സമയം വ്യത്യാസമുണ്ട്. അതായത് 5 ടീമുകളുള്ള ഗ്രൂപ്പിലെ മത്സരങ്ങൾ മാർച്ച് 2025 ആരംഭിക്കുമെങ്കിൽ 4 ടീമുകളുള്ള ഗ്രൂപ്പിലെ മത്സരങ്ങൾ സെപ്റ്റംബർ 2025 ആരംഭിക്കുക. എല്ലാ ഗ്രൂപ്പ് മത്സരങ്ങളും നവംബർ 2025 കൺക്ലൂഡ് ആവുക എന്നുകൂടി ഇപ്പോൾ ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് പിന്നെ പ്ലേ ഓഫ് മാച്ചസ് എന്തായിരിക്കുമെന്നായിരിക്കും. അത് നടക്കുന്നത് മാർച്ച് 26, 31 ഈ തീയതികളിൽ 2026 മാർച്ച് 26 31 പ്ലേ ഓഫ് മാച്ച് ഡേറ്റ്സ് ഉള്ളത്. ദെൻ ഫൈനൽ ടൂർണമെൻറ്റ് ഡേറ്റ്സ് വരുന്നത് നമുക്കറിയാം ജൂൺ 11 മുതൽ ജൂലൈ 19 വരെയാണ്. 2026 ജൂൺ 11 മുതൽ ജൂലൈ 19 വരെയാണ് അടുത്ത വേൾഡ് കപ്പിൻ്റെ ഡേറ്റ് ഉള്ളത്. 3 രാജ്യങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്, USA അതുപോലെ മെക്സിക്കോയിലും കാനഡയിലുമായിട്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.